കാരണം ഞാൻ റിവ്യൂ ഒക്കെ നോക്കി വന്നപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹാഫിൽ ലാഗ് ഒക്കെ തോന്നി. പക്ഷേ എനിക്ക് ലാഗ് ഇട്ടൊന്നും തോന്നിയില്ല. അല്ല ഒന്നും തോന്നിയിട്ടില്ല. സിനിമ കറക്റ്റായിട്ടാണ് പോയത്. സിനിമയ്ക്ക് അത്ര നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സിനിമ. ഒരു ഫോറിൻ മീൻസ് ഒരു ഹോളിവുഡ് രീതിയിലോട്ടാണ് ആ ഫസ്റ്റ് ഹാഫ്. നമ്മൾ വിചാരിച്ചില്ലേ മലയാളി ഇങ്ങനെ ഒരു ഫിലിം ഇൻഡസ്ട്രി ഇങ്ങനെ വരും ചെയ്യുന്ന വെച്ചു. നല്ല അടിപൊളി സിനിമ. കാണുന്നുണ്ട്. ഇനിയും കാണും ഞാൻ. എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു സിനിമ. വേർത്താണ് ഇത് കാണാൻ. ലൂസിഫർ ഓണസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഇച്ചിരി നിരാശപ്പെടുത്തിയായിരുന്നു. ബട്ട് സെക്കൻഡ് ഹാഫ് നന്നാക്കി വന്നായിരുന്നു. ഫസ്റ്റ് പാർട്ടിനെക്കാട്ടി നന്നാക്കി ചെയ്തിട്ടുണ്ട്. വെയിറ്റിംഗ് ഫോർ ദ തേർഡ് പാർട്ട്. എന്താണ് ഇഷ്ടപ്പെട്ടതാണ് പടത്തിൽ? ലാലേട്ടൻ എങ്ങനെയുണ്ട്? എന്താണ് ഇഷ്ടപ്പെട്ടതാണ് പടത്തിൽ? നല്ലോണം ഇഷ്ടമായി. എല്ലാവരുടെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. നോ നെഗറ്റീവ്സ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി മൂവി. എങ്ങനെയുണ്ട് 3 മണിക്കൂർ? വർത്തായിരുന്നു. തീരില്ലേ എന്നുള്ള ഇതിലാണ് കണ്ടുകൊണ്ടിരുന്നത്. എങ്ങനെയുണ്ട് പടം? അടിപൊളിയായിരുന്നു. എല്ലാവരുടെ റോളും ഒരു പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടുണ്ടായിരുന്നു. നല്ല മൂവിയായിരുന്നു. എത്രയും എങ്ങനെയുണ്ട് എല്ലാവരുടെ അഭിനയം? അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും മഞ്ജുവാര്യരായാലും പൃഥ്വിരാജിൻ്റെ ആയാലും ലാലേട്ടൻ്റെ ആയാലും എല്ലാം അടിപൊളിയായിരുന്നു. ഞാൻ ലാലേട്ടൻ ഫാനേ അല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ലാലേട്ടനൊക്കെ എങ്ങനെയുണ്ട്? ലാലേട്ടനൊക്കെ എങ്ങനെയുണ്ട്? നടക്കുന്നുണ്ട്. പക്ഷെ കഥ വിഷയമാണ്. ഡൈഹാർഡ് മോഹൻലാൽ ഫാൻ ആണെങ്കിലും പക്ഷെ മോഹൻലാലിനെ കുറച്ച് കാണിച്ചാണെങ്കിലും സ്റ്റോറി കിടിലാണ്. ഞാൻ പറയില്ല, പക്ഷെ കഥ കിടിലാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാണാൻ. പക്ഷെ നല്ല രീതിയിൽ അത് ആരൊക്കെ ചെയ്യുന്നതായിരിക്കും. പക്ഷെ എനിക്ക് പറയില്ല. സെറ്റ് വേണം, നല്ല സ്റ്റോറി, നല്ല ഡയറക്ഷൻ. ആദ്യമേ തന്നെ കുറേ പേര് ഒരുമാതിരി സ്റ്റോറി മോശം, മേക്കിംഗ് സീൻ എന്നൊക്കെ പറയുന്നത്. പക്ഷേ രണ്ടും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല പടം. എന്താണ് ഇഷ്ടപ്പെട്ടതാണ് പടം? ഇഷ്ടപ്പെട്ടു. ലാലേട്ടനൊക്കെ എങ്ങനെയുണ്ട്? ലാലേട്ടനാണ് ലാലേട്ടൻ എങ്ങനെയുണ്ട്? എനിക്ക് കുറച്ചും കൂടെ വേൾഡ് ബിൽഡിംഗ് കൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന രീതിയിലേക്ക് കൂടെ സെക്കൻഡ് ആ ഒരു വേൾഡ് ബിൽഡിംഗ് ആണ് കുറച്ച് എസ്റ്റാബ്ലിഷ് കുറച്ച് വേൾഡ് ബിൽഡിംഗ് ആണ് മെയിൻ ഉദ്ദേശിക്കുന്നത്. ഒരു രോമാഞ്ചിഫിക്കേഷൻ ആ സാധനം എല്ലാ സംഭവമൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. പക്ഷെ കുറച്ചൊരു ഹൈപ്പില്ല. നല്ല അഭിപ്രായമാണ്. മെയിനായിട്ട് തോന്നിയത് ആ ദീപക് ദേവിൻ്റെ ബീജിയം ബാക്ക്ഗ്രൗണ്ട് സ്കോർ കുറച്ച് ഡൗൺ ആയിട്ടല്ല. പുള്ളി ഫസ്റ്റ് ചെയ്ത് കിട്ടിയ ആ ഒരു രോമാഞ്ചം നമുക്ക് കിട്ടുന്നില്ല. ഇൻട്രോ സീനിലായാലും പിന്നീടായാലും. പിന്നെ ഈ ഒരു പാട്ടൊക്കെ ഉണ്ട് ഫസ്റ്റ്, അതിന് പകരം വേറെ എന്തെങ്കിലും ചെയ്യായിരുന്നു. പിന്നെ ലാസ്റ്റ് ഫൈറ്റ് ഉണ്ട്, ഒരു നെവർ എൻഡിങ് ഫൈറ്റ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആ ഒരു ഹിന്ദി പാട്ടും അതും ഒരു സുഖം തോന്നിയില്ല. അതിന് ആ ഫൈറ്റ് ശരിക്കും ഒരു അൺപിക്കുന്ന ക്യാരക്ടേഴ്സ് ആയിരുന്നു. അതൊക്കെ ഒഴിവാക്കിയിരുന്നെങ്കിൽ കുറച്ച് ക്രിസ്പാക്കായിരുന്നു. ബാക്കിയെല്ലാം പ്രൊഫഷൻ ഒന്നും പറയാനില്ല, ഡയറക്ഷൻ അതൊന്നും പറയാനില്ല. ആ സ്ക്രിപ്റ്റിന് കുറച്ചും കൂടെ ഒരു ക്രിസ്പിനെസ്, ഒരു നമ്മൾ ഫസ്റ്റ് പോലെ ഒരു ക്യാച്ചി ആയിട്ട് നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ളൊരു ആ രാഷ്ട്രീയം പറയുന്നുണ്ട്. അതിനുള്ള ധൈര്യം അവർ കാണിച്ചു. അവർക്ക് ആ ധൈര്യം കൊണ്ട് അവർ കാണിക്കുന്നു. ധൈര്യമില്ലാത്തവർ പഠിക്കുന്നവർക്ക് ആ പേടി കാണും. അതുകൊണ്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. ആരും തന്നെയല്ലേ പറയുന്നു. ചരിത്രം മാറ്റി എഴുതുന്ന വേണമെങ്കിൽ പുസ്തകത്തിനകത്ത് വേറൊരു പുതിയ പുസ്തകം ഇറക്കി മാറ്റി എഴുതാം. പക്ഷേ ചരിത്രം തന്നെയാണ്. അറിയാവുന്നവർക്ക് അറിയാം. ഇത് കാണിക്കാനുള്ള ധൈര്യം വേണം. ശരിക്കും പറയാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്താ മനസ്സിലായില്ല. ഇപ്പം നോർത്തിലോട്ടൊക്കെ പോകുമ്പോഴുള്ള കാര്യമായിരിക്കും ഉദ്ദേശിക്കുന്നത്. അവർക്കത് കൊള്ളുന്നുണ്ടാവും. കൊള്ളുമ്പോഴത്തേക്ക് അവർ ഈ പറയുന്ന പോലെ പ്രിന്റ് ലീക്കുകയും അങ്ങനെയുള്ള വേറെ അണ്ടർഗ്രൗണ്ട് വർക്ക്സിലൂടെ പടത്തിന് ഡീഗ്രേഡ് ചെയ്യാൻ നോക്കും. നെഗറ്റീവ് കമന്റ്സ് പറയും. നെഗറ്റീവ് ഉണ്ടോയെന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ നമുക്ക് ലാലേട്ടനിൽ നിന്ന് കിട്ടേണ്ട ഗൂസ്ബം മൊമെന്റ്സിന്റെ കുറച്ച് പ്രശ്നമുണ്ട്. അത് ഈ BGM-ത്തിലാണ് മെയിനായിട്ട് ഡൗൺ ആയത്. അല്ലാണ്ട് പടത്തിന് ബേസിക്കലി ഒരു പ്രശ്നം ഞാൻ കാണുന്നില്ല. സ്ക്രിപ്റ്റിനകത്തുള്ള കുറച്ചൊരു ഒരു ഇമ്പാക്റ്റ് കുറവും. പിന്നെ BGM-ത്തിനെ എലിവേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല സീൻസിൽ. അങ്ങനത്തെ ഒരു BGM ആയിപ്പോയി. അത് മാത്രമേ എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളൂ. വേറെ പ്രശ്നം തോന്നുന്നു. കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് ലാഗ് ഉണ്ട്. സെക്കൻഡ് ഹാഫ് അത്യാവശ്യം കണ്ടോണ്ട്. സെക്കൻഡ് വാച്ചിങ് ഇന്നലെയും കണ്ടു. 2 വട്ടം വാച്ച് ചെയ്യാനുണ്ട്. 2-3 വട്ടം കാണാൻ തന്നെ ഉണ്ട്. അത് നല്ല സ്ക്രീനിൽ കാണണം. ഓടി വൺ ഏറ്റവും ബെറ്റർ ആയിരുന്നു. എല്ലാവരുടെ അഭിനയൊക്കെ എങ്ങനെയുണ്ട്? അന്യായം തന്നെ. നമ്മുടെ ലൂസിഫറിനെ വെച്ച് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ പാർട്ടാണ് വരുന്നത്. ആ രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. മേക്കിംഗ് വെച്ച് നല്ലതാ. എല്ലാരും കാണണം.
ഭയങ്കര നല്ല പടമായിരുന്നു. കുറേ നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ കണ്ടിട്ടാണ് ഞാൻ വന്നത്. ഞാൻ വിചാരിച്ച ഫുൾ നെഗറ്റീവ് ആയിരിക്കും, ഓൾറെഡി ടിക്കറ്റ് ബുക്കും ചെയ്തു പോയി. പക്ഷെ വളരെ നല്ല ഫിലിം. എന്തിനാണ് ഇവിടെ നെഗറ്റീവ് റിവ്യൂസ് വരുന്നതെന്നൊന്നും അറിയത്തില്ല. പൊളിറ്റിക്കൽ റെലവൻസ് ആയാലും ഭയങ്കരമായിട്ടുള്ള ഫിലിം. ഭയങ്കര ബ്രേവ് അറ്റംപ്റ്റ് ആണ്. രാഷ്ട്രീയത്തിൽ ഇതിപ്പോൾ ഒരു മാസ് മസാല മൂവി മാത്രമല്ല. ഇതിൽ 2002 ഗോത്ര റൈറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഗുജറാത്ത് എനിക്ക് തോന്നുന്നില്ല ഒരു മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഒരു സൗത്ത് ഇന്ത്യൻ മൂവിയിൽ അത്ര ഒരു റെലവൻസോട് കൂടി ഗോത്ര റൈറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ടെന്ന്. എബ്രാൻഡ് അത് നമ്മുടെ മുന്നിൽ കാണിച്ച് തരുന്നുണ്ട്. അതൊക്കെ ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. ആൻഡ് അതെങ്ങനെ ഇതെല്ലാം ഇറ്റ്സ് നോട്ട് ഈസി. കുറേ കഥകൾ ഇങ്ങനെ ഒരുമിച്ച് ചേർത്ത് ഒരു മൂവി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മാസ് മൂവി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഈ മാസ് മൂവിയുടെ അകത്തൊരു വലിയ ഹിസ്റ്ററി കിടപ്പുണ്ട്. ആൻഡ് ഐ അപ്രിഷിയേറ്റ് മുരളി ഗോപി ഫോർ ദാറ്റ്. ആ ഒരു ഹിസ്റ്ററി മാസും എല്ലാം കൂടി ഒരുമിച്ച് വെച്ചൊരു മൂവിയുണ്ട്. അത് ഇത്രയും ഒരു ഡിറ്റൽ മൂവി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ലതാണ്. എനിക്കറിയത്തില്ല, അതിപ്പോൾ ഡീഗ്രേഡിങ് പാർട്ട് ആൻഡ് പാർസൽ ആയിട്ട് എനിക്ക് തോന്നുന്നു. എസ്പെഷ്യലി ഇറ്റ്സ് മോഹൻലാൽ. ഞാനൊരു മോഹൻലാൽ ഫാനാണ്. പക്ഷെ കുറേ നാളായിട്ട് എനിക്ക് അങ്ങനെ ഒരു ഫാൻസ് അങ്ങനെ തോന്നാത്തൊരു സംഭവം ഫീലായിരുന്നു. പക്ഷേ എമ്പുരാൻ കണ്ടുകൊണ്ടിരുന്നപ്പം അതിന് ആ പഴയ മോഹൻലാൽ ഫാൻ ഗേൾ കെയിം ബാക്ക്. ആൻഡ് ഐ എം സോ പ്രൗഡ് ദാറ്റ് മോഹൻലാൽ ആക്ടഡ് ഇൻ മൂവി ലൈക്ക് ദിസ്. ആൻഡ് രാഷ്ട്രീയം ഭയങ്കര റെലവൻറ്റ് ആണ്.